ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാമേ. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ നേരെ കമലയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. വൈജയ്ക്കാണെ വിശന്നിട്ട് ഒരു രക്ഷയുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പം വിശന്ന് പ്രാന്ത മൂത്താണ് നേരെ കമലയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. കമലയുടെ അടുത്ത് ഇത് എവിടെയാ കണ്ടില്ലല്ലോ എന്നൊക്കെ മനുവിനോടൊക്കെ പറഞ്ഞിട്ട് നേരെ കമലയുടെ റൂമിലേക്ക് ചെന്നപ്പം കമല ദേ വെട്ടിയിട്ട വാഴ പോലെ ഇവിടെ കിടക്കുന്നു. ഏതായാലും നമ്മുടെ വൈജ ചെന്നിട്ട് കമലയെടുത്തി എന്താ കമലയെടുത്തേക്ക് പറ്റിയത്? കമലയെടുത്തി എന്താ ഇതുവരെ എണീക്കാത്തത്? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞു, അത് പിന്നെ വൈജെ, ഞാനേ ഇന്ന് ചെറിയൊരു ഉപവാസത്തിലാ. ഉപവാസമോ? എന്തിനാ ഉപവാസം? അത് പിന്നെ അറിയാലോ. ഇനിയിപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ലല്ലോ. എന്റെ മോനാണ് അങ്ങ് ജയിലിൽ കിടക്കുക. എനിക്കറിയാന്നുള്ള കാര്യ. എത്രമാത്രം വിഷമമുണ്ടെന്ന് ഞാൻ പറയേണ്ട ഒരാവശ്യമില്ലെന്ന് നിനക്കറിയാം. അതുകൊണ്ടേ ഞാൻ ചെറിയൊരു ഉപവാസം അങ്ങ് എടുത്തു. ഉപവാസമോ? അതിനെതിരെ ഉപവാസം എടുത്തിരിക്കുന്നത്? അല്ല കമലയെടുത്തി, അതിന്റെ കാര്യമുണ്ടോ? അതിന്റെ കാര്യം ഉണ്ടെന്നേ. ഈ ഉപവാസം എടുക്കുന്നത് നല്ലതാണെന്ന് അറിയത്തില്ലേ? നമ്മുടെ ഗാന്ധിജി വരെ ഉപവാസം എടുത്തിരിക്കുന്നു. അറിയാലോ, ഗാന്ധിജി എത്ര സമരങ്ങൾ ചെയ്തിരിക്കുന്നു. പച്ച വെള്ളം കുടിക്കാതെ ഉപവാസം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല നല്ല മനുഷ്യരും വലിയ വലിയ മനുഷ്യരൊക്കെ ഉപവാസം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആഹാ അത് കൊള്ളാലോ, ഈ ഉപവാസം ഇപ്പൊ എടുക്കേണ്ട എന്താവശ്യമുണ്ടെന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ പൊന്നു വൈജയെ, ഉപവാസം എടുക്കുന്നത് നല്ലതാ. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ദേ ഉപവാസം ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കാനൊന്നും ഇന്നിനി പറ്റത്തില്ല. ഞാൻ ഉപവാസത്തില. അല്ല വൈജ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഉപവാസം അങ്ങോട്ട് എടുക്ക്. തീർന്നില്ലേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ വൈജനെ കൊണ്ടേ ആരും ഉപവാസം എടുപ്പിക്കാൻ നോക്കണ്ട. ഈ വൈജ ഉപവാസം എടുക്കാനും പോകുന്നില്ല. എടുക്കേണ്ടവർ ഉപവാസം എടുത്തോ. ഇത് എന്തിന്റെ ഉപവാസമാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാൻ കമലയെടുത്തി. അല്ല വൈജയ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉപവാസം എടുക്കുവോ നോയമ്പ് എടുക്കുവോ ഒക്കെ ചെയ്യുന്നത് അവനവന്റെ ഇഷ്ടമല്ലേ. എനിക്കിപ്പോ ഉപവാസം എടുക്കാൻ തോന്നി, ഞാൻ ഉപവാസം എടുത്തു. നിനക്ക് ഉപവാസം എടുക്കണമെങ്കിൽ നിനക്ക് ഉപവാസം എടുക്കാം. അല്ലാതെ എന്നോട് ഇനി ഉപവാസം എടുക്കണ്ട, വാ അങ്ങോട്ട് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്ക്, അല്ലെങ്കിൽ ഉണ്ടാക്ക്, വിറക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഉപവാസത്തില്ല. ഞാൻ ഈ ഉപവാസം ഇന്ന് എടുത്തത് തന്നെയാ, അത് മാറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ, അല്ല ഇവിടെ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? കമലയിടത്ത് ഉപവാസം എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ അമ്മയില്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് വിളമ്പി കൊടുക്കണ്ടേ? ഇതെന്തൊരു കഷ്ടാ എന്റെ പൊന്ന് കമലയിടത്തി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഈ ഉപവാസം എത്ര ദിവസം നീണ്ടു നിൽക്കും? അത് പിന്നെ എനിക്ക് ഇപ്പൊ ഉപവാസം എടുക്കാൻ തോന്നുന്നു. എപ്പൊ ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നോ അപ്പൊ ഞാനിത് അവസാനിപ്പിക്കും. ഏതായാലും ഞാൻ ഉപവാസത്തില എന്ന് പറഞ്ഞ് ഒറ്റ കിടപ്പാണ് നമ്മുടെ കമല. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വൈജ എന്തോ ഒരു നോട്ടമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറഞ്ഞു നോക്കത്തില്ലേ നമ്മുടെ വൈജ, ഒരു ഏറുകണ്ണിട്ട് നമ്മുടെ സായികുമാർ നോക്കുന്ന ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടമൊക്കെ വൈജനെ അങ്ങ് നോക്കിയിട്ട് നേരെ പോവുകയാണ്. എങ്ങോട്ടേക്ക്? കിച്ചണിലേക്ക്. പോറ് പുറത്തോട്ടാട്ടോ പോകുന്നത്. അങ്ങനെ കിച്ചണിൽ ചെന്നിട്ട് അവിടെയും ഇവിടെയും ഒക്കെ നോക്കുക, എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് നമുക്ക് ഉണ്ടാക്കാമല്ലോ, വൈജയ്ക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈജ നേരെ പോയത്. പുറകുറക്കുന്നുണ്ട്, എന്നോടാണ് മത്സരിക്കുന്നത്, ഇതെന്റെ വീടും കൂടെയാണ്, അത് മറന്നിട്ടാണ് കമലെടുത്ത് എന്നോട് മത്സരിക്കുന്നത്. ഈ വൈജയോട് മത്സരിക്കുന്നവരെല്ലാവരും വിവരം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അവിടെ വിവരം അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഇവിടെ ഓരോരുത്തരും വിവരം അറിയും. ഈ കമലയോടുമല്ല, ഈ വൈജയോട് മത്സരിക്കാൻ വന്നിരിക്കുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ മനു വന്നിട്ട്, അല്ല വൈജ ആന്റി, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മേനെ കണ്ടില്ലല്ലോ. നിന്റെ അമ്മയെ നല്ല ഒന്നാത്തൊരു ഉപവാസത്തിലോ? നിന്റെ അമ്മയുടെ തലയ്ക്ക് ഓളം. അതെ, ഈ കുശുമ്പ് കുഞ്ഞായ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സാധാരണ നാത്തൂൻ പോരുണ്ടാക്കുക, അമ്മായിയമ്മ പോരുണ്ടാക്കുക, മരുമോള് പോരുണ്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ട്രീറ്റ് പരിപാടിയായിട്ട് ഇറങ്ങിയേക്ക നിന്റെ അമ്മ. ആരെ കൊണ്ട് ഈ വൈജനെ തോപ്പിക്കാൻ പറ്റത്തില്ല. വൈജയ്ക്ക് വെച്ച് വിളമ്പി തരാൻ പറ്റത്തില്ലെങ്കിലേ കമലെടുത്ത് വൈജയ്ക്ക് വെച്ച് വിളമ്പി തരണ്ട. ഈ വൈജയ്ക്ക് ഇപ്പൊ രണ്ട് കൈക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ, ദൈവം സഹായിച്ച് ഒരു കുഴപ്പവും, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജ കിച്ചണിൽ എന്തൊക്കെയോ ഉണ്ടാക്കാണ് കേട്ടോ.
ഈ സമയത്ത് നേരെ നമ്മുടെ മനു ചെന്നു കമലയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കമലയാണെങ്കിൽ അറിയാലോ മനു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നടക്കും. കമല തർക്കുത്തരം പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ്. ഞാൻ ഉപവാസം എടുക്കുന്ന നിനക്ക് എന്താ, ഞാൻ ഉപവാസം എടുക്കുന്നതിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മ ഈ കാണിക്കുന്നത് ശരിയൊന്നും അല്ല, ഈ കാണിക്കുന്നത് വെറും തേറ്ററേറ്റ് പരിപാടി തന്നെയാട്ടോ അമ്മേ എന്ന് നമ്മുടെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യൂടാ, ഇതെന്ത് പരിപാടിയാണെങ്കിലും ഞാനതങ്ങ് സഹിച്ചടാ. നിനക്കെന്താ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത് അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുക്ക്. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനുവിന്റെ തലയുടെ പട്ടയിലും നമ്മുടെ കവല അങ്ങോട്ട് കയറി കേട്ടോ. വൈജയ്ക്ക് ഇത് വേണം, ഇതല്ല വൈജയ്ക്ക് ഇതിനപ്പുറം വേണം. സ്വന്തം വീട്ടിൽ കിട്ടുന്ന പരിഗണന അത് ഒരിക്കലും മറ്റൊരു വീട്ടിൽ ചെന്നാൽ കിട്ടില്ല. വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ആങ്ങളമാരുള്ളിടത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് അവിടെ ഒത്തിരി പരിഗണന ഒന്നും കിട്ടാൻ പോകുന്നില്ല. വല്ലപ്പോഴും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹം ഉണ്ടായിരിക്കും. സ്ഥിരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. അതറിയാതെയാണ് വൈജ അങ്ങോട്ടേക്ക് കയറി ചെന്ന് വൈജ എന്തോ ആരായി ഈരാന്നൊക്കെ പറഞ്ഞു കിടന്ന വൈജയ്ക്ക് വല്ലതും കിട്ടാനുണ്ടോ? പോകാനുള്ളതും വൈജയ്ക്ക് തന്നെയാണ്. നല്ലൊരു കുടുംബം ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത്. ഏതായാലും കാണാം നമുക്ക്. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനുവിനോട് വൈജ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ കിടക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, ഇവിടെ വയ്യാതെ ഒരു തള്ള ഇവിടെ കിടപ്പുണ്ടെന്നുള്ള വിചാരം നിന്റെ അമ്മയ്ക്ക് ഉണ്ടോടാ എന്നൊക്കെ നമ്മുടെ മനുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജ. അതൊക്കെ കറക്റ്റായ കാര്യങ്ങളാണ്. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ വൈജ ആന്റി, എനിക്ക് എന്താ പറയാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ. ഞാനിതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂനും ഒക്കെ കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. വൈജി ആന്റിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനെല്ലാം വൈജി ആന്റി എന്നോട് ഇങ്ങോട്ടേക്ക് കയറി ചൂടാവുകയുള്ളൂ. വൈജി ആന്റിക്ക് ഇപ്പം ഇത് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ വൈജി ആന്റി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പൊ നീയും പറഞ്ഞു വരുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണോ? എങ്കിലൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് എന്റെയും കൂടെ വീടാന്ന് പറയുമ്പോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും വൈജി ആന്റിയോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും പറയത്തുമില്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. ഇതുപോലെയുള്ള കുറച്ച് എന്താ പറയാ ഇതുപോലെയുള്ള പെണ്ണുങ്ങളുടെ അങ്ങോട്ടുള്ള പരദൂഷണവും കുറ്റവും കുറവും ഒന്നും കേൾക്കാൻ എനിക്കിപ്പം നേരമില്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇതിൽ ഇടപെടാതെ അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. സൗദാമിനിയൊക്കെയാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് പെട്ടുപോകുന്നത്. ഏതായാലും നമ്മുടെ വൈജ അവിടെ കയറി തട്ടുമുട്ട് സാധനങ്ങൾ എന്തൊക്കെയോ എടുത്ത് കിച്ചണിൽ എന്തൊക്കെയോ അതും ഇതൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ മുത്തശ്ശിക്കും കൊണ്ട് കൊടുത്തു. മുത്തശ്ശിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഈ പുറപുറത്താണ് നമ്മുടെ വൈജ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി വൈജേ? അല്ല കമലേനെ ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ. അല്ല സാധാരണ കമലയാണല്ലോ ഭക്ഷണം കൊണ്ടുവരുന്നത്, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറ്റാനൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം എന്താ പ്രശ്നം പറ, എന്താ വൈജയെന്ന് ചോദിച്ചപ്പം നമ്മുടെ വൈജ പറഞ്ഞു, അത് പിന്നെ ഇവിടെ വലിയൊരു സത്യാഗ്രഹം നടക്കുകയാണ്. സത്യാഗ്രഹം, ഈ ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു സത്യാഗ്രഹം. ഇവിടെ ഒരു ഗാന്ധിജി ഉണ്ടല്ലോ, ആ ഗാന്ധിജി അങ്ങോട്ട് സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോ സത്യാഗ്രഹമോ ഗാന്ധിജിയോ നീ എന്തൊക്കെയാ വൈജി പറയുന്നത്? അമ്മയുടെ മരുമകളെ ചെറിയൊരു ഗാന്ധിജി ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ കരണ തടി കിട്ടിയാല് ആ കരണവും കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ഗാന്ധിജിയില്ലേ, ആ ഗാന്ധിജി. എന്താടി വൈജെ നീ അവിടെയും ഇവിടെയും ഒക്കെ തൊടാതെ ഓരോന്ന് പറയുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതേ എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്. എന്റെ അച്ഛൻ സമ്പാദിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച വീട്. അതിൽ എന്റെ അച്ഛന്റെ വേർപ്പാ ഉള്ളത്. അതിന് അവൾ ഇവിടെ കിടന്ന് തുള്ളേണ്ട ഒരാവശ്യമില്ല. അവള് സത്യാഗ്രഹം കിടക്കുവോ, അവള് ഉപവാസം ഇരിക്കുവോ, എന്ത് വേണാച്ചാ ചെയ്യട്ടെ. പക്ഷെ ഈ വൈജോട് കളിച്ച വിവരം അറിയും. എന്താടി നീ കുറെ നേരമായല്ലോ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട്, കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വ്യക്തമാക്കി പറ വൈജേ. അത് പിന്നെ സത്യാഗ്രഹവും ഉപവാസം എന്നൊക്കെ പറഞ്ഞില്ലേ, കമലയിടത്ത് കയറി കിടപ്പുണ്ട്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ സത്യാഗ്രഹവും ഉപവാസമാണെന്ന് എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതുപോലെ ഉപവാസവും സത്യാഗ്രഹവും എടുത്താലേ എന്നും എടുക്കേണ്ടി വരും. ഞാൻ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഇവിടെ നിൽക്കും. അതിനുള്ള അവകാശവും അധികാരവും അവളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. എന്തുവാടി ദേ ഈ ചുമ്മാ ഈ കിടന്ന് വഴക്ക് വല്ലതും ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിനക്ക് അവിടെ ഒരു വീടില്ലേ? നിനക്ക് അവിടെ പോയി താമസിച്ചാൽ പോരായിരുന്നോ? നീ ഇവിടെ വന്ന് കയറി ഈ കമലയുടെ വായിലിരിക്കുന്നതും കമലയുടെ മോദവീർബീരും ഒക്കെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് കാണേണ്ട ആവശ്യം എനിക്കില്ല, അത് കാണേണ്ട ആവശ്യം എനിക്ക് ഒരിക്കലും ഇല്ല. പക്ഷെ അവള് വിചാരിച്ച പോലെ അവൾ അങ്ങോട്ട് മോദ വീർപ്പിക്കുമ്പോഴും അവൾ അങ്ങോട്ട് ഉപവാസം എടുക്കുമ്പോഴും ഈ വൈജയ്ക്ക് അങ്ങോട്ട് എന്തോ പറ്റിപ്പോകും, വൈജയുടെ എന്തോ തേഞ്ഞു പോകുന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെയാ. വൈജയുടെ ഒന്നും തേഞ്ഞു പോകാൻ പോകുന്നില്ല. വൈജ ഇവിടെ തന്നെ
എങ്ങനെ കാണും? എനിക്ക് കാണണമല്ലോ അവളുടെ ഒരു ഉപവാസം എന്നൊക്കെ പറഞ്ഞിട്ട് പുറപുറത്തോണ്ട് നമ്മുടെ വൈജ ഇറങ്ങി പോവാണേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്ര മേനോനെയും മക്കളെയും തന്നെയാണ്. അങ്ങനെ ബാലചന്ദ്ര മേനോൻ ഒരു വാച്ചൊക്കെ എടുത്ത് കെട്ടി പതിയെ പൗഡറൊക്കെ ഇട്ട് സെറ്റായി, എല്ലാം സെറ്റൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഷർട്ടും ഒരു മുണ്ടും ഒക്കെ ഇട്ട് കയ്യിൽ ഒരു ബാഗും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരികയാണ്. പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബാലചന്ദ്രൻ പോവുകയാണ്. നമ്മളെല്ലാം കാത്തിരുന്ന ഒരു നിമിഷത്തിന് വേണ്ടി സ്റ്റാൻലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം സ്റ്റാൻലിനെ കാണാനാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ സ്റ്റെയർ ഒക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയും കൃഷ്ണമോളും ഈ പറയുന്ന നമ്മുടെ രോഹിത്തും ബബിതയും ഒക്കെ ഉണ്ട്. എല്ലാവരും നമ്മുടെ ബാലചന്ദ്രനെ തന്നെ നോക്കുകയാണ്. അപ്പൊ ബാലചന്ദ്രൻ, ഓഹോ ഇതെന്തു പറ്റി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, ഞാന് അങ്ങ് അമേരിക്കയ്ക്കൊന്നും പോവുമല്ല, എന്നെ യാത്രയാക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ആരാ അച്ഛനെ യാത്രയാക്കാൻ നിൽക്കുന്നത്? ഞങ്ങളെ ഇന്നേ എറണാകുളത്തേക്ക് പോവാ, മറന്നുപോയോ? ഓ, അതിന്റെ സന്തോഷ പ്രകടനമായിരിക്കും അല്ലേ? നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ, നിങ്ങൾ എറണാകുളത്ത് പോയി അടിച്ചൊക്കെ പൊളിക്ക്, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല അലീനെ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ എന്താ അച്ഛ പറയാനുള്ളത്? ഇതുവരെ എന്റെയും വൈജയുടെയും കൂടെ അല്ലാതെ ഇവര് വേറെ എങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഒരു ദിവസം കൂടുതലൊന്നും പോയി ഒരു സ്ഥലത്തേക്ക് നിന്നിട്ടുമില്ല. അതുകൊണ്ട് ഇവരെ പൂർണ്ണമായിട്ട് നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു ഇത് വേണം നിനക്ക്, അവരെ നോക്കിക്കോണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും, ദേ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ ഇപ്പൊ പോയ കാര്യം നല്ല രീതിയിൽ, എന്ത് കാര്യമാണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കിക്കോ. അല്ലാതെ വേറൊരു കാര്യവും അച്ഛൻ ഓർത്ത് ബോധേഡാവേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളെ നോക്കിക്കോളാം. ബബിതയ്ക്ക് നോക്കാനും, രോഹിത്തിന് നോക്കാനും, കൃഷ്ണമോൾക്ക് നോക്കാനും, ഈ അലീനയ്ക്ക് ഇവരെല്ലാം നോക്കാനും അറിയാം. അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പം, ഓഹോ ഇപ്പൊ അങ്ങനെയായോ? അപ്പം കൃഷ്ണമോൾ പറഞ്ഞു, ആ അതെ അതെ, ഞങ്ങൾ ഞങ്ങളുടെ അലീന ചേച്ചിയുടെ കൂടെയാ പോകുന്നത്. സത്യം പറയട്ടെ, അമ്മയുടെ കൂടെ വരുന്നതും അച്ഛന്റെ കൂടെ വരുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫ് ഞങ്ങളുടെ അലീന ചേച്ചിയുടെ കൂടെ പോകുന്നത് തന്നെയാ. അതുകൊണ്ട് അത് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. അല്ല, ഇപ്പൊ എങ്ങോട്ടാ ഈ പോക്ക്? ഇതുവരെ ഇല്ലാത്ത ഓരോ ശീലങ്ങളൊക്കെ ആണല്ലോ. എന്താ അച്ഛാ ഈ 3 ദിവസത്തെ പരിപാടി? ഇനി ബിസിനസ് ടൂർ വല്ലതും മറ്റും ആണോ? അല്ല, കഴിഞ്ഞിടയ്ക്ക് ബിസിനസ് ടൂർ പോയിട്ട് വന്നപ്പോഴാണ് പിന്നെ ഇവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്, ഓർത്തോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ട മോളെ കൃഷ്ണേ. അതൊക്കെ ഒരിക്കലും ഈ ബാലചന്ദ്രന് മറക്കാൻ സാധിക്കത്തില്ല. അതിന്റെ ഒരു തുടർച്ച പോലെയാണെന്ന് നീ കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞപ്പോ അലീന പറഞ്ഞു, അതിന്റെ തുടർച്ച പോലെയൊക്കെ ആവുന്നത് കൊള്ളാം, പക്ഷെ അന്ന് ഇവിടെ കയറി വന്നത് സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ പോയ മനുഷ്യൻ ഇവിടെ കയറി വന്നപ്പോ ഒരു ഹൃദ്രോഗിയായിട്ടാ വന്നത്. അതുകൊണ്ടാ പറഞ്ഞത് മര്യാദയ്ക്ക് പോവുക, ഗുളിക എല്ലാം കഴിച്ചോണം, കറക്റ്റ് സമയത്ത്. ആഹാരത്തിന് മുമ്പ് കഴിക്കാനുള്ളത് ആഹാരത്തിന് മുമ്പ് കഴിക്കണം, ആഹാരത്തിന് ശേഷം കഴിക്കാനുള്ളത് ആഹാരത്തിന് ശേഷവും കഴിച്ചോണം. കറക്റ്റ് എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാൻ ഇടവരുത്തരുതെന്നൊക്കെ പറഞ്ഞപ്പോ, ആയിക്കോട്ടെ ഉത്തരവേ, എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യും, സമയം ഇത്ര ആയില്ലേ, ഞാൻ ഇറങ്ങുകയാണ്, ഗോവർദ്ധൻ ഇപ്പം വരും, നിങ്ങളും ഒത്തിരി വൈകണ്ട, അങ്ങ് പൊക്കോ, ഇവിടുന്ന് ഏറെക്കുറെ ദൂരമില്ലേ, അവിടെ ചെല്ലുമ്പോ വൈകിട്ടാവില്ലേ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ മാമച്ചന്റെയും ഗ്രേസിയുടെയും തല തിന്നാൻ നിന്നേക്കല്ലേ, ഇവിടെ വെച്ച് ഉണ്ടാക്കുന്ന പോലെ ഞാൻ പറഞ്ഞേക്കാം, നാക്കിട്ട് എല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്, നാണക്കേടാണ്, കണ്ടവരുടെ വീടാ, അതുള്ള ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഇവരങ്ങനെയൊന്നും ഇല്ല അച്ഛാ, സ്വന്തം വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പോലെ ഇവർ അവിടെ പോയി കിടന്ന് കാണിക്കോ? ഒരിക്കലും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെ തന്നെയാണല്ലോ അവിടെ. മാമച്ചനും ഗ്രേസി ആന്റിക്കും ഒക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ സന്തോഷമാവും. അവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ലേ. അതെ അലീന, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരൊക്കെയാണ്, എങ്കിലും ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്വന്തം എന്ന് പറയുന്നതും നമ്മുടെ ബന്ധം എന്ന് പറയുന്നവരും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ സ്വന്തമോ ബന്ധമോ ഒന്നുമല്ല. ചിലവരൊക്കെ അങ്ങനെയാണ്, ചിലവരെന്നല്ല എല്ലാവരും അങ്ങനെയാണ്. പേരിന് സ്വന്തം ബന്ധം എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവരെ ഒന്നിനും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ഇത് മോൻ എനിക്കിട്ട് കുത്തിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ തോന്നി അലീനയ്ക്ക്. എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ദേ അപ്പോഴത്തേക്കും ഗോവർദ്ധനം വരികയാണ്. ഗോവർദ്ധനം വരുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് കയറി പോവുകയാണ് കേട്ടോ. ഏതായാലും പോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മക്കള് എല്ലാം പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അലീന പോകുന്ന കൃഷ്ണമോൾക്കോ വൈജയ്ക്കല്ല ബബിതയ്ക്കോ രോഹിത്തിനോ ഒന്നും അറിയില്ലല്ലോ. ഏതായാലും ബാലചന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അലീനയും
അതുപോലെ തന്നെ ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടി ചേർന്ന് ഒരുങ്ങി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ സന്തോഷമായിട്ടൊരു ട്രിപ്പൊക്കെ അങ്ങ് പോവുകയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ മാമച്ചന്റെ ഗ്രേസിയുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കുമല്ലേ എല്ലാവർക്കും. അല്ല, രേവതിക്കുട്ടി അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടല്ലോ. അതായത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ഇട്ട് ഓരോരോ വട്ടം ചുറ്റിച്ച് എന്താ പറയാ, ഗ്രേസി മാമച്ചനും ഒരു പ്രത്യേക വൈബുള്ളവർ തന്നെയാണ് അവർ തമ്മിൽ. ആ ഒരു ബോണ്ടിങ് രേവതിയും മാമച്ചനും ഗ്രേസിയും. അപ്പൊ ഇവരെ പുറത്ത് കൊണ്ടുപോകുന്ന കുറച്ച് സീനുകള്, അതുപോലെ ഇവർക്ക് ഒരിക്കലും കിട്ടാത്ത എന്തൊക്കെയോ ആ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈജയിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ആ വീട്ടിൽ നിന്ന്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അവിടെ ചെന്ന് കഴിഞ്ഞ് ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. കിട്ടില്ല എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അടിപൊളി വിശേഷങ്ങളാട്ടോ വരാനിരിക്കുന്നു ഓരോ ദിവസവും. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണുക. നമ്മൾ അപ്കമിങ് വിശേഷം എന്ന് ഇടുന്നുണ്ടേ, അത് നമ്മൾ ഒരു ഉച്ചയോടുകൂടി 2:40 കൂടി എന്നും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നത്. കറക്റ്റ് നോവൽ ബേസിലും കറക്റ്റ് വരാൻ പോകുന്ന കഥ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണുക. നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പോസ്റ്റ്, അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയ തംബ്ലൈനൊക്കെ കൊടുത്തിട്ട്, അതായത് അപ്കമിങ് എപ്പിസോഡ് ഉടൻ വരുന്ന കഥ എന്ന് പറഞ്ഞ് തംബ്ലൈനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പോസ്റ്റിൽ കയറി നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.